ഞാൻ അന്ന് ഇതിനകത്ത് കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ വിട്ട് ഞാനിവിടെ ഒരു അടുത്തൊരു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അവരുടെ ഈ കൂടെ നിന്ന് സഹോദരനെ ആപത്തുണ്ടായി കഴിഞ്ഞപ്പോൾ അയാളെ ഞാൻ കൈവിട്ടു. സമരക്കാരൻ്റെ ഉപമയാണ് അവിടെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്നെയും കൈവിട്ടതിന് ശേഷം വഴിയെ വന്ന ആൾ ഇൻഷുറൻസോ ലൈസൻസോ ഇല്ലാതെ വന്ന് വണ്ടി ഇടിച്ച ആളിനെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതകൾ ആണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ മെയിൻ പാസ്റ്ററുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാരെ കൊണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയിച്ച് അവരെ ഒക്കെ കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടായ്മയിലുള്ള ആളുകളെ ഒരാളെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ വെറും കള്ളുകുടിയന്മാരാണെങ്കിൽ പോലും ഒന്നിച്ച് കള്ള് കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ആപത്തുണ്ടായാൽ അവൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇവർ എങ്ങാണ്ടെന്ന് വന്ന ഒരു ഇതില്ലാത്തൊരാളി എനിക്ക് അനീതിയായിട്ട് ഒന്നും ചെയ്തിടണമെന്ന് ഞാൻ ആവശ്യപ്പെടും. നീതി എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ലഭിക്കാമെന്ന നീതി പോലും അട്ടിമറിച്ചിട്ട് പോവുക. അതിൻ്റെ മെയിൻ പാസ്റ്റർ ആണ് പാസ്റ്റർ പ്രിൻസ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ അഴിവ് നടക്കുന്നത് അത് മാറ്റിത്തരണമെന്നുണ്ട്. അദ്ദേഹം ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവരുടെ ആ ഒരു ഇതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം ദൈവസ്നേഹം അവിടെ കാണാൻ പറ്റുന്നില്ല. സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ഇത് നിങ്ങളുടെ കൂടെ തുടരാനായിട്ട് സാധിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഒരു സഭയുണ്ട്, അവിടേക്ക് ഞാൻ മടങ്ങിപ്പോവുക. അതുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ പഴയ ചർച്ചിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷെ അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞപ്പം ജോലി തന്നതും എനിക്ക് പ്രൊമോഷൻ തന്നതും എന്നെ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാക്കി മാറ്റിയതും ഒക്കെ ഈ കത്തോലിക്ക സഭയിലെ മാനേജ്മെൻറ്റാണ്. എന്നിട്ട് അവരെ തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ ഈ പെന്തക്കോസ്ത് കോളത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് കാണിച്ച് ചെറിയപ്പോൾ ഞാൻ അവരോട് ചെയ്തൊരു ചതിയായിരുന്നു ഞാൻ തള്ളിക്കളഞ്ഞിട്ട് പോയെന്ന് പറയും. പക്ഷെ എന്നിട്ട് പോലും കത്തോലിക്ക സഭ എന്നെ ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല. മാനസികമായിട്ടോ ഔദ്യോഗികമായിട്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എന്നെ ഇവിടെ കാസർഗോട്ടെ സ്കൂളിലേക്ക് വിട്ടിട്ട് അവിടെയുള്ള മറ്റുള്ളവരെ കൊണ്ട് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയോ ശല്യം ചെയ്യുകയോ ചെയ്താൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി കളഞ്ഞു വെച്ച് ഞാൻ ഈ പോരേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടാക്കാമായിരുന്നു അവർക്ക്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ വീടിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹൈസ്കൂളിൽ എനിക്ക് ഹെഡ് മാസ്റ്ററായിട്ട് 5 വർഷം ഇരിക്കാനായിട്ട് എനിക്ക് അവസരം തന്നു. ആ സ്കൂൾ റിട്ടയർ ചെയ്ത് പോകുന്നത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള എന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവഭക്തരെന്ന് പറയുന്ന ഈ ആത്മീയരെന്ന് പറയുന്ന ഇവർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാനായിട്ടോ എൻ്റെ മനസ്സിന് പെന്തക്കോസ്ത് സമൂഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ബന്ധുക്കോസ് സഭയായിരുന്നു. അപ്പോൾ അതെനിക്കൊരു പ്രകാരത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. എൻ്റെ തലയ്ക്കുണ്ടായ മുറിവും അതും മൂലം ഉണ്ടായ വേദനയേക്കാൾ ഉപരി എന്നെ വേദനിപ്പിച്ച എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയായിരുന്നു. എനിക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. കാരണം ഞാൻ ഉൾപ്പെട്ട് നിന്ന് വിശ്വസിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു പറഞ്ഞ് ഇറങ്ങി വന്ന സഭയിലും കൂട്ടായ്മക്കാരും കൂടെ എന്നോട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഞാനതുകൊണ്ട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ്. ഇവിടെ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സാറിൻ്റെ പേര് മനോജ് ജോസഫ്. ഈ നാളുകളിൽ വളരെ ശക്തമായി സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലായിരിക്കുന്നു. ഇന്ന് ഈ സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് നന്ദി അറിയിക്കുന്നു. സാറിനെക്കുറിച്ച് പറയുമ്പോൾ സാർ ഒരു റിട്ടയർഡ് സ്കൂൾ അധ്യാപകനാണ്. ഇപ്പോൾ പൂർണ്ണ സമയവും സുവിശേഷ വേലയിലായിരിക്കുന്നു. സാറെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, ഇപ്പോഴെവിടെ താമസിക്കുന്നു, ഭവനത്തിൽ ആരൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് മനോജ് ജോസഫാണ്. ഞാൻ റാന്നിയിലാണ് എൻ്റെ വീട്. ഞാൻ ഒരു ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് 2024 റിട്ടയർ ചെയ്തു. എൻ്റെ വീട്ടിൽ ഭാര്യയും എൻ്റെ മകനുമാണ് ഉള്ളത്. ഓക്കെ. ജനിച്ച് വളർത്തപ്പെട്ടത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ഞാൻ ജനിച്ച് വളർന്നത് കത്തോലിക്ക പശ്ചാത്തലത്തിലാണ്. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും തന്നെ കത്തോലിക്ക വിശ്വാസത്തിൽ ആ സഭയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. എൻ്റെ പൂർവ്വ പിതാക്കന്മാരെല്ലാവരും തന്നെ അവിടെ തന്നെ ആയിരുന്നു. ഓക്കെ. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അപ്പനും അമ്മയും ജോസഫ്,
മറിയാമ്മ 2 പേർ സാധാരണക്കാരായ മാതാപിതാക്കന്മാരായിരുന്നു. അപ്പന് ഒരു മിലിറ്ററിയിലെ എക്സ് സർവീസ്മാൻ ആയിരുന്നു. അമ്മ ഒരു ഹൗസ് വൈഫായിട്ട് ആണ്. സഹോദരങ്ങളൊക്കെ എത്ര പേരാണ്? സഹോദരങ്ങൾ എനിക്ക് ആരുമില്ല, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഏക മകനാണ് ഞാൻ. വിദ്യാഭ്യാസ ഒക്കെ എവിടെയായിരുന്നു ബാല്യകാലം? ഞാൻ പഠിച്ചതൊക്കെ റാന്നി സെൻറ് തോമസ് കോളേജിലാണ്. പിന്നെ B.Ed പഠിച്ചത് എൻ്റെ സഹോദരൻ്റെ കൂടെ ബാംഗ്ലൂരിൽ പോയിട്ടാണ്. ഞാൻ അവിടെ നിന്ന് B.Ed ചെയ്തു. അതിനുശേഷം ആ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഓക്കെ. ചെറുപ്പകാലഘട്ടങ്ങളിൽ ഈ ദൈവവചനത്തോടും ദൈവിക വേലയോടുമുള്ള ഒരു സമീപനം എന്തായിരുന്നു? അതിന് മാതാപിതാക്കളുടെ ഒരു പ്രചോദനം അതിൻ്റെ പിന്നിൽ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭങ്ങളൊന്ന് പറയാമോ? അവിടെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചതും വളർന്നതും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സൺഡേ സ്കൂളും അതുപോലെ തന്നെ ആത്മീയ അന്തരീക്ഷമൊക്കെ അവിടെ എപ്പോഴും ഉണ്ട്. ചർച്ചുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ 12ാം ക്ലാസ് വരെയും ഞങ്ങളെ സൺഡേ സ്കൂള് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് തന്നെ ദൈവവചനവുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. പിന്നീട് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവിടെയൊക്കെ ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം നിൻ്റെ ഏത് പ്രശ്നത്തിനും മറുപടി നൽകും എന്നുള്ള ഒരു കാര്യം അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നീ ഒരിക്കലും മദ്യപിക്കാനായിട്ട് ഇടയാവരുത് എന്നൊരു വാക്കും പാലിച്ചിരുന്നു. ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ പറഞ്ഞ ഈ 2 കാര്യങ്ങളും ഞാൻ അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുമായിട്ട് തീർന്നിട്ടുണ്ട്. ഓക്കെ. പിന്നീട് ഈ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ളൊരു പശ്ചാത്തലം എന്നാണ്? സഭയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു ആത്മീയ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പലതും വന്നപ്പോൾ ആ സമയങ്ങളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ പല വിടുതലുകളും ലഭിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പല കൂട്ടായ്മകളിലേക്കും മറ്റാരാധനകളിലേക്കും, പ്രത്യേകിച്ച് സ്നേഹപുരത്തെ ബാബു സാറിൻ്റെ കൂട്ടായ്മയിലേക്കൊക്കെ ഞാൻ പോവുകയും പങ്കെടുക്കുകയും സംബന്ധിക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും ആയിട്ട് മാറി. അതങ്ങനെയാണ് ഞാൻ കൂടുതൽ ഈ ആത്മീയ മേഖലയുമായിട്ട് ബന്ധപ്പെടാനായിട്ടിടയാകുന്നത് ബാബു സാറ് മുഖേനയാണ്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ വിവാഹമൊക്കെ ഏത് കാലഘട്ടമായിരുന്നു? എൻ്റെ 1991 എൻ്റെ വിവാഹം നടന്നത്. അതിനുശേഷം ആണ് ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അതെ. അപ്പോൾ വിവാഹ ശേഷം ഏതാണ്ട് 18 വർഷത്തോളം മക്കളില്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അത് ദൈവം ഒരു വലിയ അത്ഭുതം സാറിന് വേണ്ടി ചെയ്തു, ആ പശ്ചാത്തലമൊക്കെ ഒന്ന് വിവരിക്കാമോ? അതിന് മുമ്പ് തന്നെയുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകൾ ധാരാളമാണ്. അതായത് ഞാൻ ദൈവത്തെ എൻ്റെ കരങ്ങളിൽ പിടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ച് എൻ്റെ കൂടെ നടന്ന് എന്നെ വഴി നടത്തിക്കൊണ്ട് വന്ന് എന്നെ സഹായിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. കാരണം എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സഹോദരങ്ങൾ ആരുമില്ല, മാതാപിതാക്കന്മാർക്ക് ഞാൻ ഏക മകനാണ്. അപ്പോൾ എൻ്റെ 19 വയസ്സ് പ്രായമായി ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് റാന്നി കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മാതാവിന് പെട്ടെന്ന് രോഗബാധിതയായി എൻ്റെ അമ്മ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ പിതാവ് പാരലൈസ് ചെയ്ത് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിതാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും, പിതാവിന് മരുന്ന് കൊടുക്കുക, കുളിപ്പിക്കുക വരെയുള്ള കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലെ ഭക്ഷണ കാര്യങ്ങൾ ഉണ്ടാക്കണം, വസ്ത്രം അലക്കണം, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു എൻ്റെ പഠനവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും പല സന്ദർഭങ്ങളിൽ എൻ്റെ പിതാവ് ആശുപത്രി കിടക്കയിൽ ആശുപത്രിയിൽ മാസങ്ങളോളം അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ആശുപത്രി വരാന്തയിൽ റാന്നി മെനാതോളം ആശുപത്രിയുടെ വരാന്തയിൽ ഇരുന്നാണ് പലപ്പോഴും എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നത്. കാരണം വീട്ടിൽ ആരുമില്ല, പിതാവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പിതാവിനെ അന്വേഷിക്കാനായിട്ടുള്ള ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തോടെ മുന്നോട്ട് പോയി. അപ്പോൾ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഇവൻ പഠിക്കാൻ പോകുന്നില്ല, ഇവൻ ജയിക്കാൻ പോകുന്നില്ല, ഇവന് ജീവിതത്തിൽ എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു തരത്തിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ എഴുതി തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയ ഭാരം ഉണ്ടാകുന്ന പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ
എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിൻ്റെ ഏത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രശ്നം ഉണ്ടായാലും അവിടെയൊക്കെ ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അതെൻ്റെ മനസ്സിനകത്തേക്ക് വന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, ഞാൻ കാത്തലിക് വിശ്വാസത്തിൽ നിൽക്കുന്നു. അന്നാണ് POC പുതിയതായിട്ട് ബൈബിള് ഇറക്കിയിട്ട് എല്ലാ വീട്ടുകാർക്കും ബൈബിൾ വായിക്കാൻ അവസരം ലഭ്യമാക്കി. അന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് 35 രൂപയായിരുന്നു അന്നത്തെ വില ഒരു ബൈബിള്, POC ബൈബിള് ഞാൻ സ്വന്തമാക്കി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഭാരം വരുന്ന അവസരങ്ങളിലൊക്കെ കത്തോലിക്ക വിശ്വാസത്തിലാണെങ്കിൽ പോലും പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനൊന്നും അന്നൊരു പരിശീലനമൊന്നും ലഭിക്കുന്നില്ല. അന്നേരമൊക്കെ ഞാൻ എൻ്റെ മുറിയിൽ കയറിയിട്ട് എൻ്റെ കതവ് അടച്ചതിന് ശേഷം എൻ്റെ കട്ടിലയിലോട്ട് ബൈബിൾ തുറന്നു വെക്കും. ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് ആ ബൈബിളിലോട്ട് എൻ്റെ മുഖം അമർത്തി ഞാൻ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസവും ഒരു പ്രതീക്ഷയൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും. അങ്ങനെയാണ് ഞാൻ പ്രതിസന്ധി ഘട്ടങ്ങളിലെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസവും തണലും ഒക്കെ ആയിട്ട് അനുഭവമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷ ഫൈനൽ ഇയർ എക്സാമിനേഷൻ എൻ്റെ സമയമെടുത്തു. പല ദിവസങ്ങളിൽ എനിക്ക് കോളേജിൽ പോകാനായിട്ടോ പഠിക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അധ്യാപകരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ അവർ എന്നെ അവരുടെ നോട്ട്സ് എനിക്ക് തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ച് ഒരു വിധത്തിൽ കൂടെ ഒരു പരിമിതമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ പഠിച്ചു മുന്നോട്ട് വന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിൽ പരീക്ഷയുടെ സമയമാകുമ്പോൾ തലേ ദിവസം ഒരു 10 മണിയാകുമ്പോൾ എൻ്റെ പഠിക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ച് പുസ്തകം അടക്കി വെക്കും. എന്നിട്ട് ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുസ്തകമൊക്കെ മടക്കി വെച്ച് നെക്സ്റ്റ് ഡേയിൽ പരീക്ഷയ്ക്ക് പോകാനായിട്ടുള്ള പേനായും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. പിറ്റേന്ന് രാവിലെ എനിക്കൊരക്ഷരം പോലും പഠിക്കാനുള്ള സമയമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ എൻ്റെ ഫാദറിനും എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, മരുന്ന് കൊടുക്കണം, ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നേരെ കോളേജിലേക്ക് പോകും. അപ്പോൾ അന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഞാൻ BSc സുവോളജിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ പേപ്പറിനും 10 എസ്സേയോളം ഞങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ 10 എസ്സേ പഠിക്കുന്നതിനകത്തുനിന്ന് 4 എസ്സേ ഞങ്ങൾക്ക് ചോദിക്കും. ആ 4 എസ്സേ നമ്മൾ എഴുതണം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ 10 എസ്സേ ഉള്ളതിനകത്ത് 4 എസ്സേ മാത്രമേ പഠിക്കാനുള്ള സാഹചര്യം എനിക്കുള്ളൂ. ഈ 4 എണ്ണം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അത്ഭുതം എന്ന് എനിക്ക് പറയാനായിട്ട് ആ കാര്യത്തിൽ പറയാനുള്ളൂ, ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഞാൻ പഠിച്ചിട്ടുള്ള അല്ലാതെ വേറെ ഒന്നും അവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് മാത്രം സെലക്റ്റീവായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ എനിക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവാത്ത ഒരു സാഹചര്യത്തിൽ വന്നു. ഞാൻ അങ്ങനെ ആ വർഷം പരീക്ഷ ഞാൻ ഡിഗ്രി പരീക്ഷ എഴുതി റാന്നി സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എനിക്ക് എൻ്റെ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് പുറത്തിറക്കാനായിട്ട് കഴിയും. അന്ന് എല്ലാ സാഹചര്യങ്ങളും ഉള്ളവർക്കൊക്കെ ലഭിക്കുന്നതിനേക്കാളും ഉയർന്ന മാർക്ക് ദൈവം എനിക്ക് തന്നു. ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം ഞാൻ പിന്നീട് എൻ്റെ പിതാവ് പിന്നെയും രോഗബാധിതനായി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി മോനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയാൽ മതി, രക്ഷപ്പെടാനായിട്ട് സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ് വന്നു. ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ പള്ളിയിൽ പോയി. അവിടെ താഴെയാണ് ഞങ്ങളുടെ ചർച്ച്. അവിടെ ചെന്ന് ഞാൻ ആ പുറകിലത്തെ ബെഞ്ചിലിരുന്ന് 1 മണിക്കൂർ സമയത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ഈ സമയത്ത് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടാൽ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഏകന, മറ്റാരും എനിക്കില്ല. അപ്പോൾ എൻ്റെ ജീവിതം തന്നെ എന്തായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം ഒന്ന് സെറ്റിലാകുന്നത് വരെയും എങ്കിലും എൻ്റെ പിതാവിന് ആയുസ് നീട്ടിത്തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാനും എൻ്റെ അങ്കിളിൻ്റെ മകനും കൂടി എൻ്റെ പിതാവിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. അവിടെ പിതാവിനെ അന്വേഷിച്ചു. ഏതായാലും അത്ഭുതകരമായിട്ട് ദൈവം എൻ്റെ പിതാവിന് ആരോഗ്യം വീണ്ടും മടക്കി കൊടുത്തു, രോഗസൗഖ്യം തന്നു. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 മാസക്കാലം കൂടെ ജീവിച്ചിരുന്നതിന് ശേഷമാണ് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. അത് ഇസക്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്ത പോലെ ദൈവം എൻ്റെ പിതാവിനും ആയുസ് നീട്ടിക്കൊടുത്ത ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. അതെവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്നുള്ളതിന് ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. അതിനുശേഷമാണ് എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ
എല്ലാവരും പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെ ആഗ്രഹിക്കും. അതുപോലെ ഞങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും നാളുകൾ ഞങ്ങൾ കാത്തിരുന്നിട്ടും ഞങ്ങൾക്ക് തലമുറകൾ ഉണ്ടാവുന്നില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പല ഡോക്ടർമാരെയൊക്കെ ഞങ്ങൾ സമീപിച്ചു, പലതരത്തിൽ ചികിത്സ ചെയ്തിട്ടൊന്നും കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഒരവസ്ഥ ഞങ്ങളെ വളരെ പ്രതിസന്ധി ഘട്ടത്തിലോട്ടാക്കി. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനും കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ തയ്യാറായത്. അത് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത വന്നത് ദൈവത്തെ കൂടുതൽ അറിയുന്നതിനിടയായി എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു മകനെ ദൈവം തരുന്നത്. അല്ല, ഈ 18 വർഷം മക്കളുണ്ടായില്ല എന്ന് പറയുമ്പോൾ അന്ന് അനുഭവിച്ചൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് ചേർത്ത് പറയണം. അന്ന് മാനസികമായിട്ട് വളരെ ഭാരം പറയാം. കാരണം ഓരോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ കടഭാരമോ മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം മക്കൾ വളർന്ന് ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ കടഭാരങ്ങളൊക്കെ അവർ നീക്കിക്കോളും, അല്ലെ മക്കളെ കുറിച്ചൊരു പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ തലമുറ ഉണ്ടാവാത്തവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസം കടന്നു പോകുമ്പോഴും അവരുടെ പ്രതീക്ഷ കുറഞ്ഞാണ് വരുന്നത്. കാരണം ഇനി ഞങ്ങൾക്ക് പ്രായം ആയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കിനി തലമുറയില്ലാതെ ഞങ്ങൾ എന്തായിത്തീരും, ഞങ്ങളെ ആര് നോക്കും, ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദിവസവും പ്രതീക്ഷകൾ കുറഞ്ഞു വരുന്ന അവസരം. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് 18 വർഷം കഴിഞ്ഞ് എനിക്ക് തലമുറ ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ഞങ്ങളെ ഈ 18 വർഷവും നടത്തി ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ടുള്ളൊരവസരം ദൈവം തന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. എപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലായിട്ടുണ്ടോ അല്ലെ പ്രതികൂല ഘട്ടത്തിലായിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് അവിടെ സഹായത്തിനായിട്ട് ഒരാളെ അയക്കും, അല്ലെ ആശ്വാസ വചനങ്ങളുമായിട്ട് ഒരു ദേവദാസിയോ അല്ലെങ്കിൽ ഇതേ അനുഭവത്തോടെ കടന്നുപോയ ഒരാളെയോ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കും. അവർ ഞങ്ങളോടൊപ്പം ഇരുന്ന് അല്പസമയം സംസാരിക്കും, പ്രാർത്ഥിക്കും. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വലിയൊരു അനുഭവമായിരുന്നു. ചില സമയങ്ങളിലൊക്കെ ദൈവത്തോട് ഇതുപോലെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിലൊക്കെ എന്താണ് കർത്താവ് ഇതിനൊരു മറുപടി എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവം, ഞാൻ സ്കൂളിലോട്ടൊക്കെ നടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ദൈവം എന്നോട് അതിന് മറുപടി പാട്ട് രൂപത്തിൽ തന്നിട്ടുണ്ട്. അത് അളവില്ലാ നന്മകൾ അനവധിയായതിൽ കുരിച്ചൊരിഞ്ഞൊരു അന്വേഷനാഥ എന്ന് പറയുന്ന ഒരു പാട്ട്. അതുപോലെ തന്നെ മറ്റ് പല പാട്ടുകളും, ഇമ്മാനുവേലിൻ്റെ നിനക്കായി തന്നവൻ സകലതും നിനക്കായി നൽകിയില്ലേ എന്നൊക്കെയുള്ള വരികൾ ദൈവം എനിക്ക് തന്നു. ഞാൻ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ വഴിയിലിറമ്പിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിലോട്ടൊക്കെ എൻ്റെ ചാരി നിന്നുകൊണ്ട് ഞാൻ ഈ വരികൾ കുറിച്ച് വെക്കും. കാരണം പിന്നീട് മറന്നുപോയെങ്കിൽ എന്ത് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയ ആ പാട്ടുകളൊക്കെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സുപ്രസിദ്ധ ക്രൈസ്തവ ഗായകൻ. അവന് ഞാൻ ഇത് കൊടുത്തു. അവനതെല്ലാം കൂടെ അവൻ ആദ്യം എഴുതിയ CD-ക്കകത്ത് എൻ്റെ ഈ പാട്ടുകളിൽ പലതും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന, ദൈവം എന്നോട് ഒരു കൂടെ നടക്കുന്ന അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് സ്നേഹപുരത്തെ ബാബു സാറിൻ്റെ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ സാറുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ സാറൊരു ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ അതുപോലെ കരുതിയ ഒരു മനുഷ്യനെ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കടന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഹോളിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം ആദ്യഘട്ടങ്ങളിലൊക്കെ ഞാൻ യാമങ്ങൾ തോറും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും, ഒരു സമയം ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് കടന്ന് പ്രാർത്ഥിച്ചു. ഈ ഹോളിൽ തന്നെ ഒരു സൈഡിൽ ഞാനിങ്ങനെ കിടക്കും. എന്നിട്ട് പിന്നീട് വന്നപ്പോൾ ഞാൻ ചാക്ക് എടുത്തുകൊണ്ടൊന്ന് ചാക്കേ കിടന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വ്യാമങ്ങൾ തോറും ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഒരു രാത്രിയിൽ പെട്ടെന്ന് ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അരികിൽ മുട്ട് കുത്തി നിന്ന ഒരാൾ, വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ എൻ്റെ അരികിൽ വന്ന് മുട്ട് കുത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട്, ആ മനുഷ്യൻ എന്നോട് പറയുന്ന ഒരിതാണ്, ശൂന്യകാരത്തിയോട് ഒരു ബൈബിൾ വചനം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരു നിശ്ചയമൊന്നും ഇല്ലാത്തപ്പോൾ ശൂന്യകാരത്തിയോട് പറഞ്ഞതുപോലെ അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു ശിശുവിനെ അണയ്ക്കും എന്നുള്ള ഒരു വാക്യമാണ് എനിക്ക്
2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിന് കുറച്ചുകൂടെ എന്നെക്കാട്ട് കൂടുതൽ ബൈബിളിൽ നിശ്ചയമുള്ളത് കൊണ്ട് പുള്ളിക്കാരത്തേക്ക് അതിന് വിശ്വാസമായി. കാരണം ഇത് ശരിക്കും ദൈവം പറഞ്ഞത് തന്നെയാണ്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കത്തില്ല എന്നുള്ള ബോധ്യം വന്നു. അതെൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അനുഭവമാണ്. പക്ഷേ പിറ്റേ വർഷം കടന്നു പോയിട്ടും അന്നേരം ഞങ്ങൾ 2 കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡ്രസ്സൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചു, കാരണം ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായില്ല, 2 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ ഒലിവൽ തൈ പോലെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. നീ ഭാര്യയെ തന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ മേശയ്ക്ക് ഇരിക്കാനുള്ള ഒലിവൈവുകൾ എവിടെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് കുറേ 2-3 വർഷങ്ങളുടെ കഴിഞ്ഞപ്പോൾ ദൈവം അത്ഭുതകരമായ ചില സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായി. ഇവിടെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ സന്ധ്യാസമയമാകുമ്പോൾ ഇവിടെ പാമ്പിൻ്റെ കട്ടുമണം പോലൊക്കെ ഒരു മണം വരുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അപ്പം ഞാനും എൻ്റെ വൈഫിനും മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു കരിന്നിരിച്ച പാട് പോലെ കാണുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സ്നേഹത്തെ ബാബുസാറുമായിട്ട് സംസാരിച്ചു. സാറ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഒരു ചരുവത്തിനകത്ത് വെള്ളമെടുത്ത് സാറ് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പെരയുടെ ചുറ്റും കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് തളിച്ചതിന് ശേഷം പെരയ്ക്കകത്ത് തളിച്ചതിന് ശേഷം ഈ ചരുവം കൊണ്ട് അടുക്കളയിലെ പാതകത്തിൽ കമത്തി വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് വെയിറ്റ് ചെയ്തു. അങ്ങനെ നിന്നു. 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പം ബ്ലേഡ് കൊണ്ട് എങ്ങനെ ഈ സ്റ്റീൽ ചരുവം കീറുമോ അതുപോലെ ആ ചരുവം കീറി മാറിയ ഒരു അനുഭവം ഉണ്ടായി. ആ ചരുവ് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ട് കളഞ്ഞിട്ടില്ല. സാറിനോട് പോയി പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതിന് വിടുതലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് ഞങ്ങൾക്ക് ആൽബി പ്രഗ്നൻ്റായിട്ട് മാറുന്നത്. പ്രഗ്നൻ്റായി മാറിക്കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം നിങ്ങൾ അങ്ങോട്ടെങ്ങും പോകണ്ട, നേരെ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സാർ അവിടെ താമസിപ്പിച്ച് ഈ പ്രഗ്നൻസി ടൈം മുഴുവൻ കഴിഞ്ഞ് അവിടെ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡെലിവറിക്ക് ശേഷമാണ് ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം പല ദേവദാസന്മാരെയും കൂടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും നടത്തുകയും ചെയ്തു. അങ്ങനെ ദൈവം കൂടെ നടക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവമല്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യം. 18 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്കൊരു തലമുറയെ തന്നു. അവനിപ്പം 16 വയസ്സുണ്ട്, +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം ദൈവം ഞങ്ങളെ ക്ഷേമമായിട്ട് നടത്തി, ഞങ്ങൾ അത്ഭുതകരമായിട്ട് നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പം ഈ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ സുവിശേഷ പ്രവർത്തന മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ശിഷ്യഗണങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, സാർ അന്ന് പറഞ്ഞു തന്ന ആ മാർഗങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഉപകാരമായി. അന്ന് സാറ് ഞങ്ങളെ ശിക്ഷിക്കുകയും വഴക്ക് പറയുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമായിരുന്നെങ്കിലും പിന്നീട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറി. ഞങ്ങളൊക്കെ ജീവിതത്തിൽ സാറ് നല്ല നിലയിലെത്താനായിട്ട് സാറ് മുഖാന്തരമായിട്ടുണ്ട് എന്ന് എന്നോട് പറയുന്നൊരു അനുഭവമുണ്ട്. അങ്ങനെ ഏത് ഘട്ടത്തിലും ഞാൻ ദൈവത്തെ വിട്ട് ഉള്ള ഒരു കാര്യത്തിന് നിൽക്കാറില്ല. ഞാൻ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്ത സ്ഥാനങ്ങളിലൊക്കെ ഞാൻ അടുത്ത സ്ഥലങ്ങളിലൊക്കെ കൂട്ടായ്മകളിൽ വചന ശുശ്രൂഷയ്ക്ക് കടന്നു പോകാറുണ്ട്. അങ്ങനെ പേഴ്സണലായിട്ട് ചില ആളുകളെ കണ്ടുമുട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞവരെ ആത്മീയതയിലേക്ക് നടത്താറുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്ന അനുഭവം ഉണ്ടായി. സാർ, ഈ അധ്യാപന ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? അധ്യാപന ഫീൽഡ് ഞാൻ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ തന്നെ അതിനോട് താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു അധ്യാപനം. അങ്ങനെ അപ്പം തന്നെയല്ല, കോട്ടയം ഡയോസിസിൻ്റെ ഒരു ആത്മീയ ജീവിതമാണ് ഞങ്ങൾ നയിച്ചത്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് ധാരണ സ്കൂളുകളുണ്ട്, അവിടെ ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു മേഖലയിലോട്ട് വന്നത്. ഓക്കെ. ഈ ഒരുപാട് ആളുകൾ മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. അവർ പല ട്രീറ്റ്മെൻറ്റിനും പോകുന്നുണ്ട്. അപ്പോൾ ഈ 18 വർഷത്തോളം മക്കളില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം മക്കളെ സാറിന് തന്നു. അപ്പോൾ ഇങ്ങനെ ഈ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ആളുകളോട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്?
മക്കളില്ലാതെ ഭാരപ്പെടുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിൽ ആദ്യഘട്ടത്തിൽ എൻ്റെ ഒരു ചോദ്യമായിരുന്നു ഇത്. അതായത്, ഞാൻ നോക്കുമ്പോൾ ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, മറ്റൊരു തോന്നിയാസത്തിന് ഞാൻ പോകുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ മാന്യനായ ഒരു മനുഷ്യൻ. പിന്നെ എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല? എന്നെക്കാട്ടി തോന്നിയാസം നടക്കുന്ന പലർക്കും പെട്ടെന്ന് മക്കളുണ്ടാകുന്നു, എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഉയർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ആ വിഷയത്തിലൊക്കെ പോസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. നിനക്ക് എന്നോട് വാദിക്കാൻ നീ ആര്? അല്ലെങ്കിൽ എന്നോട് മറുചോദ്യം ചോദിക്കാൻ നിനക്കുള്ള അവകാശം എന്താ എന്നുള്ള ചോദ്യം അതെൻ്റെ മനസ്സിനകത്ത് വലിയൊരു ഉൾക്കാഴ്ചയായിട്ട് വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ അങ്ങനെ ചോദിച്ചെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ഒരു അവകാശം പറയാനായിട്ട് എനിക്ക് യാതൊരു റൈറ്റുമില്ല. അപ്പം നമുക്ക് ദൈവം എന്തുകൊണ്ട് നമ്മളെ അത് കടത്തിവിടുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ദൈവം കാരണം നമ്മളെ കടത്തിവിടുന്ന അനുഭവങ്ങളൊക്കെ പ്രതികൂലമായ ചില അനുഭവങ്ങളെന്നൊക്കെ നമുക്ക് തോന്നിയാലും അതൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നന്മയ്ക്കായിട്ടേ തീരത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നതിനും ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിനും ഒക്കെ ഉള്ളൊരവസരമായിട്ട് ദൈവം ആക്കുന്നുള്ളൂ. ഒരിക്കലും അതുകൊണ്ട് മക്കളെ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകേണ്ട സാഹചര്യമില്ല. ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവം അത് വലിയ അനുഗ്രഹമായിട്ട് മാറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ. അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പ്രധാനമായിട്ട് എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്? പരസ്യങ്ങളാണോ, ട്രാക്ട് വിതരണങ്ങളാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ പരസ്യയോഗങ്ങൾക്കോ ട്രാക്ട് വിതരണത്തിനോ ഒന്നും അങ്ങനെ പോകാറില്ല. ഏതെങ്കിലും കൂട്ടായ്മകളിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവരോട് എനിക്കറിയാവുന്ന തരത്തിലുള്ള സുവിശേഷ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ലവ് ആർമി ക്രൂസൈഡിൻ്റെയും അതുപോലെ തന്നെ ചർച്ച് മിനിസ്ട്രീസിൻ്റെയും ഒക്കെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും തകർന്നു നുറങ്ങിയിരിക്കുന്ന അല്ല ജീവിതത്തിൽ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട പല ആളുകളുമുണ്ട്. അവരെയൊക്കെ ഞാൻ അവരുടെയൊക്കെ അരികിൽ പോകാനും അല്ലെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ നേരിട്ട് കണ്ട് അവരോട് എൻ്റെ ജീവിതാനുഭവങ്ങളെയൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടെ ബലപ്പെടുത്തി അവരെ യേശുവിലേക്ക് തിരിക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ച് വരുന്ന രീതി. അല്ലാതെ ഒരു വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ല ഞാൻ വലിയ സുവിശേഷകനാണെന്ന് പറഞ്ഞ് നാട്ടുകാരറിയുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത്. ഈ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിലെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഒന്ന് പറയാമോ? ആരൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മൾ ഈ പല ആളുകളുടെ ജീവിതം നമ്മൾ മാതൃകയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ചില റോൾ മോഡലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ആത്മീയ മേഖലയിലുമുണ്ട്, മറ്റു മേഖലയിലുമുണ്ട്. അങ്ങനെ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ പറ്റുന്ന, അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വം, അതോടൊപ്പം സാറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സുവിശേഷത്തിന് നിലനിൽക്കുവാൻ ഉത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് പറയാമോ? അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ടുള്ളത് സ്നേഹപുരത്തെ ബാബു സാറിനെയാണ്, തോമസ് വർഗീസ് എന്ന് പറയുന്ന ബാബു സാറിനെയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരയുടെ മകനാണ് സണ്ണി വർക്കി എന്ന് പറയുന്ന കാച്ചാണത്തെ സണ്ണി വർക്കി. അദ്ദേഹം കോടീശ്വരനായ മനുഷ്യനാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയൊരു നല്ല ജോലി ഒക്കെ വാങ്ങിച്ച് സാറിന് പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അനേകം തകർന്നു കിടക്കുന്ന ആളുകളുടെ ഇടയിൽ, ഭാരം അനുഭവിക്കുന്ന ആളുടെ ഇടയിലൊക്കെ സുവിശേഷവുമായിട്ട് പോകാനായിട്ട് സാറ് തയ്യാറായി വന്നു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ ഒരു അനുഭവമായിട്ടാണ് എൻ്റെ മുന്നിലുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അനേക സുവിശേഷന്മാരെ എനിക്കറിയാം. അവരുടെയൊക്കെ മക്കളെയൊക്കെ അവർ പലപ്പോഴും വിദേശത്തേക്ക് അയക്കാനും അല്ലെങ്കിൽ ഡോക്ടർമാരാക്കാനും എഞ്ചിനീയർമാരാക്കാനും ഒക്കെ ആയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവരെ ഈ സുവിശേഷ പ്രവർത്തന മേഖലയിലോട്ട് വിടുന്നതിനേക്കാൾ ഉപരി അവരെ ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കണം എന്നാണ് അവരൊക്കെ പലപ്പോഴും താല്പര്യം കാണിക്കാറുള്ളത്. പക്ഷേ സ്നേഹത്തെ ബാബു സാറിനെ സംബന്ധിച്ചിടത്തോളം ബാബു സാറിൻ്റെ ഏറ്റവും മൂത്ത മകനാണ് റോബി. ഇപ്പം റോബി അച്ഛനാണ്. റോബിയെ സംബന്ധിച്ചിടത്തോളം SB കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി ഡിഗ്രി കോഴ്സ് പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു റോബി അച്ഛൻ. അദ്ദേഹത്തെ വേണമെങ്കിൽ ഏത് നിലയിലേക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് വിടാമായിരുന്നു. പക്ഷേ ആ നിലയിലേക്കൊന്നും വിടാതെ ഒരു ദൈവിക വേലയ്ക്ക് വേണ്ടി സാറ് തിരിച്ചു വിട്ടു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മാതൃകയാണ്. വലിയൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ അനേക ആളുകളെ, അനാഥരായിട്ടുള്ള അനേക കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ബോയ്സ് ഹോം നടത്തി. ആ ബോയ്സ് ഹോം നടത്തിയതിനകത്ത് ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് മാതൃകയാക്കാവുന്ന
അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു സ്നേഹത്തെ ബാബു സാറ്. തന്നെയുമല്ല ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ സാറിനോട് പറഞ്ഞു, നീ വേറെ എങ്ങും പോകണ്ട, നേരെ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞ് ബോയ്സ് ഹോമിൻ്റെ ഒരു മുറി സാറിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുകളിലത്തെ മുറി ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നു. ഭക്ഷണവും എല്ലാ കാര്യങ്ങളും സാർ അവിടെ ക്രമീകരിച്ചു. ഞാൻ ആ സ്വാതന്ത്ര്യത്തോടെ ജോലിക്ക് പോയി, ആ വൈഫോടെ അവിടെ വിശ്രമിച്ചു. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിടുന്നത്. അങ്ങനെ ഒക്കെ ചേർത്ത് നിർത്തുന്ന ഏത് സുവിശേഷനെ കാണാനായിട്ട് സാധിക്കും നമുക്ക്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാതൃകയായ മനുഷ്യനായിരുന്നു. രണ്ടാമത് പിന്നെ ലവ് ആർമി ക്രൂസൈഡിലെ ജെ വിൽസൺ, അദ്ദേഹവും സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് ജീവിതത്തിന് ഒത്തിരി വില കൊടുത്ത് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും എനിക്ക് മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഇവരാണ്. എന്നാൽ എനിക്കുണ്ടായ തിക്തമായ അനുഭവങ്ങൾ പലതുമുണ്ട്. ഞാൻ പറയാൻ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 11 എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വളരെ മാരകമായ ഒരു ആക്സിഡൻ്റ്, എൻ്റെ ഹെഡ് ഇഞ്ചുറി ആയി, ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ അന്ന് ഇതിനകത്ത് കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ വിട്ട് ഞാനിവിടെ അടുത്തൊരു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അവരുടെ തന്നെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി പങ്കെടുത്തു. പ്രാർത്ഥനയും ആരാധനയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറത്തേക്ക് ബൈബിളൊക്കെ വെച്ചിട്ട് അവിടെ ഫുട്പാത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്ന് എന്നെ ഇടിച്ചു. ഞാൻ വീണു. എൻ്റെ തലയ്ക്ക് മാരകമായ ഇഞ്ചുറി ഉണ്ടായി. ഞാൻ ബോധം കെട്ട് ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദേവദാസന്മാരും അവിടുത്തെ ചിലരൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ കൂടെ നിന്ന സഹോദരനെ ആപത്തുണ്ടായി കഴിഞ്ഞപ്പോൾ അയാളെ ഞാൻ കൈവിട്ടു. സമരക്കാരൻ്റെ ഉപമയാണ് അവിടെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്നെയും കൈവിട്ടതിന് ശേഷം വഴിയെ വന്ന ആൾ ഇൻഷുറൻസോ ലൈസൻസോ ഇല്ലാതെ വന്ന് വണ്ടി ഇടിച്ച ആളിനെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതകൾ ആണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തെ ആത്മീയത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ അതിനുവേണ്ടി അവിടെ CC ക്യാമറയിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു, സാക്ഷി പറയുന്ന ആളുകളെ വിമർശിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR തിരുത്താനായിട്ട് ശ്രമിക്കുന്നു. അവിടുത്തെ മെയിൻ പാസ്റ്ററുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാരെ കൊണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയിച്ച് അവരെ ഒക്കെ കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അങ്ങനെ അത് ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? അപ്പോൾ അവർക്ക് അതുകൊണ്ട് എന്താണ് ഒരു ബെനിഫിറ്റ്? അതെനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. സാധാരണയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടായ്മയിലുള്ള ആളുകളെ ഒരാളെന്ന് ഇപ്പോൾ ഞാൻ പറയാൻ വെറും കള്ളുകുടിയന്മാരാണെങ്കിൽ പോലും ഒന്നിച്ച് കള്ള് കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ആപത്തുണ്ടായാൽ അവനോടെ നിൽക്കത്തുള്ളൂ. ഇവർ എങ്ങാണ്ടെന്ന് വന്ന ഒരു ഇതില്ലാത്തൊരാൾ, എനിക്ക് അനീതിയായിട്ടൊന്നും ചെയ്തിടണമെന്ന് ഞാൻ ആവശ്യപ്പെടും. നീതി എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ലഭിക്കാമെന്ന നീതി പോലും അട്ടിമറിച്ചിട്ട് പോവുക. അതിൻ്റെ മെയിൻ പാസ്റ്റർ ആണ് പാസ്റ്റർ പ്രിൻസ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ അഴിമതി നടക്കുന്നത്, അത് മാറ്റിത്തരണമെന്നുണ്ട്. അദ്ദേഹം ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവരുടെ ഇതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാരണം ദൈവസ്നേഹം അവിടെ കാണാൻ പറ്റുന്നില്ല. സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ഇത് നിങ്ങളുടെ കൂടെ തുടരാനായിട്ട് സാധിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഒരു സഭയുണ്ട്, അവിടേക്ക് ഞാൻ മടങ്ങിപ്പോവുക. അതുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ പഴയ ചർച്ചിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷെ അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞപ്പം ജോലി തന്നതും എനിക്ക് പ്രൊമോഷൻ തന്നതും എന്നെ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാക്കി മാറ്റിയതും ഒക്കെ ഈ കത്തോലിക്ക സഭയിലെ മാനേജ്മെൻറ്റാണ്. അവരെ തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ ഈ പെന്തക്കോസ്ത് കോളത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് കാണിച്ച് ചെറിയപ്പോൾ ഞാൻ അവരോട് ചെയ്തൊരു ചതിയായിരുന്നു. ഞാൻ തള്ളിക്കളഞ്ഞിട്ട് പോയെന്ന് പറയും. പക്ഷെ എന്നിട്ട് പോലും കത്തോലിക്ക സഭ എന്നെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല. മാനസികമായിട്ടോ ഔദ്യോഗികമായിട്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എന്നെ ഇവിടെ കാസർഗോട്ടെ സ്കൂളിലേക്ക് വിട്ടിട്ട് അവിടെയുള്ള മറ്റുള്ളവരെ കൊണ്ട് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയോ ശല്യം ചെയ്യുകയോ ചെയ്താൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി കളഞ്ഞു വെച്ച് ഞാൻ ഈ പോരേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടാക്കാമായിരുന്നു അവർക്ക്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ വീട് ഏറ്റവും നിയറസ്റ്റായിട്ടുള്ള ഹൈസ്കൂളിൽ എനിക്ക് ഹെഡ് മാസ്റ്ററായിട്ട് 5 വർഷം ഇരിക്കാനായിട്ട് എനിക്ക് അവസരം തന്നു. ആ സ്കൂളിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ആ സ്കൂള് അൺഇക്കണോമിക് ആയിരുന്നു, സ്കൂൾ ഇക്കണോമിക് ആക്കി നല്ല നിലയിലേക്ക് ഉയർത്തിയതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള എന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവഭക്തരെന്ന് പറയുന്ന ഈ ആത്മീയരെന്ന് പറയുന്ന ഇവർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാനായിട്ടോ എൻ്റെ മനസ്സിന് പെന്തക്കോസ്ത് സമൂഹം
എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ബന്ധുക്കോസ് സഭയായിരുന്നു. ബന്ധുക്കോസ് സഭയായിരുന്നു. അപ്പോൾ അതെനിക്കൊരു പ്രകാരത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. എൻ്റെ തലയ്ക്കുണ്ടായ പിന്നെ മുറിവും അതും മൂലം ഉണ്ടായ വേദനയേക്കാൾ ഉപരി എന്നെ വേദനിപ്പിച്ച എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയായിരുന്നു. എനിക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. കാരണം ഞാൻ ഉൾപ്പെട്ട് നിന്ന് വിശ്വസിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു പറഞ്ഞ് ഇറങ്ങി വന്ന സഭയിലും കൂട്ടായ്മക്കാരും കൊണ്ട് എന്നോട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഞാനതുകൊണ്ട് എനിക്ക് തോന്നി ഇതിനേക്കാൾക്ക് ഭേദം ഞാൻ നിന്ന ചർച്ചനെയാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ തിരിച്ച് അവിടേക്ക് തന്നെ പോയി. അതായത് കത്തോലിക്ക സഭയിൽ നിന്നാണ് പെന്തക്കോസ്റ്റൽ വിശ്വാസം അവിടേക്ക് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ ഈ പെന്തക്കോസ്റ്റൽ സഭയിൽ ഉണ്ടായ തിക്താനുഭവങ്ങൾ കൊണ്ട് വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചുപോയി. ഞാനവിടെ കംഫർട്ടബിളാണ്. ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് തിരിച്ചു ചെന്നിട്ടും അവർക്ക് ആർക്കും എന്നോട് ഒരു വിരോധവുമില്ല. നല്ല ഒരു സഹോദരനെ പോലെ തന്നെ അവർ എന്നെ സ്വീകരിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവർക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വീട്ടിൽ വന്നു. എന്താ പറയും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, തിരിച്ചു വന്ന് അവിടുത്തെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ബിഷപ്പ് വന്നു. അവിടെ റാന്നിയിലെ ഇവിടെയുള്ള മാർ ഇവാനിയോസ് തിരുമേനിയുണ്ട്. അദ്ദേഹം എൻ്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അങ്ങനെയൊക്കെ പറ്റിപ്പോയി, അതുകൊണ്ട് സാറ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് ഇവാനിയോസ് തിരുമേനി എന്നെ വളരെയധികം എനിക്ക് പിന്തുണ തന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിലുള്ള വിശ്വാസമൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആദിയിൽ കത്തോലിക്ക സഭയിൽ നിന്നപ്പോൾ തന്നെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിന് ആയുസ് നീട്ടിക്കൊടുത്തു, എൻ്റെ തലമുറയെ തന്നു, എനിക്ക് ജോലി തന്നു, എൻ്റെ നല്ല തരത്തിലൊരു ഉയർന്ന വിജയം എനിക്ക് നേടാനായിട്ട് സഹായിച്ചു. ഇതിനൊക്കെ എന്നെ സഹായിച്ച ഈ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. കാരണം ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്ത്യത്തോളം വഴി നടത്താൻ അവൻ ശക്തനാണെന്നും എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബന്ധക്കോസ് വിഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ മറ്റ് എപ്പിസ്കോപ്പൽ സഭകളിലുള്ള പോലെ പോലും ഒരു ദൈവഭയം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവഭയം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഒന്നിനും കാര്യമില്ലല്ലോ. അത് വെറുതെ ദൈവഭയം ഇല്ലാതെ വെറുതെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പാട്ട് പാടുന്നു, പ്രസംഗം കേൾക്കുന്നു എന്നുള്ളതല്ലാതെ മനസ്സിൻ്റെ അകത്തൊരു പരിവർത്തനം വരുന്നില്ല. ഒരു പരിവർത്തനം വരുന്നില്ല. ഇപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ ആരാധന അങ്ങ് നിൽക്കും. കാരണം ഈ ഡപ്പാൻ കുത്ത് വെച്ച് താളം അടിക്കുമ്പം അവിടെ അവർക്ക് ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, ഒരു വ്യത്യാസവും കാണുന്നില്ല, ഒരു വ്യത്യാസവും. അപ്പം ഈ കത്തോലിക്ക സഭയും പെന്തക്കോസ്റ്റൽ സഭയും തമ്മിൽ താരതമ്യം ചെയ്ത് സാറ് പഠിച്ചപ്പോൾ ഉപദേശ വിഷയത്തിലല്ല, സ്വഭാവത്തിൽ ഏതാണ് ഒരു മെച്ചമായിട്ട് സാറിന് തോന്നിയത്? ഉപദേശ വിഷയത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. മധ്യസ്ഥമായിട്ടുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മരിച്ചവരുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരിക്കാം. എങ്കിലും അവരുടെ രണ്ട് സഭകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കത്തോലിക്ക സഭ തന്നെയാണ്. അവർ ചെയ്യുന്ന ചാരിറ്റി, അവരൊരുപാട് സ്ഥലങ്ങളിൽ സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒക്കെ ഓർഫനേജുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ നടത്തുന്നു. അവരുടെ സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അതിൻ്റെതായ മാറ്റമുണ്ട്. അതൊക്കെ ഒരു വലിയ ചാരിറ്റബിൾ പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് അവിടെ ആ ഒരു ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. കാരണം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊരു ബോധ്യം ചെറുപ്പം കാലം നമ്മൾ തരുന്നതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നൊന്ന് വണങ്ങിയിട്ട് മാത്രമേ നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് പോകത്തുള്ളൂ. കാരണം അവിടെ ആൾക്കാരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്. പക്ഷെ പെന്തക്കോസ്ത് ഹോളിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും എവിടെ എങ്ങനെ എന്തും വെള്ളം കാണിക്കാവുന്ന ഒരു ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രത്യേക നിയമോ ഒന്നുമില്ല, ആർക്കെന്ത് കാണിക്കാം. വന്നു വരുന്ന ഫണ്ടിന് യാതൊരു കണക്കില്ല, എത്ര പോയി എങ്ങോട്ട് പോയി എന്നൊന്നും. താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ പെന്തക്കോസ്റ്റൽ സഭകളിൽ. അത് ഈ പെന്തക്കോസ്റ്റൽ സഭകളുടെ പല സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് പല ആളുകൾക്കും ഈ പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് വരാനായിട്ടൊരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമായ തടസ്സം. കാരണം ഇന്ന് അവിടെ നിൽക്കുന്ന അനേക ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം ഇതൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ ആദ്യകാല പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് ഇപ്പോൾ ഒരു മണി മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചാടി പോലെ തിരിച്ചു പോകാനായിട്ട് ഭയമാണ്, ഒരു വലിയ ഭയം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നോട് തന്നെ പലരും പറഞ്ഞു, തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുമെന്ന് പറഞ്ഞു. ഈ ചർച്ചിൽ തന്നെയുള്ള ഒരാൾ വന്ന് ഗുണ്ടകളെ വിട്ട് തല്ലിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, സാറ് ഒരു പെന്തക്കോസ്റ്റൽ സഭയിൽ ആണ് പോയിക്കൊണ്ടിരുന്നത്. സഭ എന്ന് പറയുന്നില്ല ആരാന്ന്.
റാന്നിയിൽ അറിയപ്പെടുന്ന ഒരു വലിയ പാസ്റ്ററുടെ സഭയാണ്. അദ്ദേഹം ചില മീഡിയയുടെ ചെയർമാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഈ സാർ. പക്ഷേ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഈ സാറിനെ ഒരു ആൾ വന്ന്, ഒരു സ്ത്രീ വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞാൽ ബൈക്ക്. സാറ് താഴെ വീണു, ഈ തല പൊട്ടി, ഈ ഇവിടെ ഒരു നെല്ലിക്കാ മുഴുപ്പില അകത്തോട് കുഴിഞ്ഞുപോയി. പക്ഷേ സംഭവിച്ചത് ഈ പള്ളിയിലുള്ള അല്ലെങ്കിൽ ഈ പെന്തക്കോസ് സഭയിലുള്ള ആളുകൾ ഈ സാറിൻ്റെ പക്ഷം നിൽക്കുന്നതിന് പകരം ആ സ്ത്രീയുടെ പക്ഷം നിന്നു. അവർക്ക് ലൈസൻസ് ഇല്ല, ഒന്നുമില്ലാത്ത, ഇൻഷുറൻസും ഇല്ല. എന്നാൽ ചില കിംവദന്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആരോപണങ്ങൾ പറയുന്നു, ഈ പ്രശസ്തനായ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ സംഘവും ഈ സഹോദരിയിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഈ സാറിനെ ചതിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചില ആരോപണങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നീട് ഈ സാറ് പറഞ്ഞു, ഞാനിനി നിങ്ങളുടെ ഈ പെന്തക്കോസ്ത സഭയിലേക്ക് ഇല്ല. അപ്പം അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് വന്ന കാര്യമാണ് ഈ പറഞ്ഞത്, ഗുണ്ടകളെ വിട്ട് തല്ലിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വലിയ വലിയ പാസ്റ്റർമാർക്കൊക്കെ അവർക്ക് ഗുണ്ടകളായി. ആ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഈ അരയും പയറും ഒക്കെ മുറുക്കി കൊടുത്ത് പച്ചവെള്ളവും കുടിച്ച് ഈ സുവിശേഷ വേല ചെയ്ത ആളുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ ഒരുപാട് അപമാനവും കഷ്ടതയും ഒക്കെ സഹിച്ചവരാണ്. പക്ഷേ ഇന്ന് ഈ റാന്നി, പത്തനംതിട്ട, ഈ കുമ്പനാട്, തിരുവല്ല ഭാഗങ്ങളിലേക്കൊക്കെ വന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരാണ് പെന്തക്കോസ്തുകാർ. വലിയ വലിയ വീടുകളും സൗകര്യങ്ങളുണ്ട്. ആർക്കും പൈസയ്ക്കൊരു പഞ്ഞമില്ല. അതുപോലെ ലക്ഷക്കണക്കിന് രൂപയാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആത്മീയത മുഴുവൻ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാറ് പറഞ്ഞത്, ഇദ്ദേഹം കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസിലേക്ക് പോയി, പക്ഷേ പെന്തക്കോസിൽ നിന്ന് വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരാനുള്ള ഒരു കാരണം, കുറേ കാരണങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഇനി ആ സഭയിൽ നിന്ന് പോന്നാൽ ഗുണ്ടകളെ വിട്ട് തല്ലിക്കും എന്ന് പറയുന്നത് സാറ് തന്നെ പറഞ്ഞു, എന്നാലേ ആളുകൾക്ക് വിശ്വാസം വരുള്ളൂ. എന്നോട് പറഞ്ഞു ഗുണ്ടകളെ വിട്ട് തല്ലിക്കുമെന്ന് ഇവിടെ വന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാക്ഷി നിൽക്കുമെന്ന് പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ സാക്ഷി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സത്യത്തിൽ അവിടെ നീതിയോടെ നിൽക്കാനായിട്ട് എന്നെ സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ RSSൻ്റെ നേതൃത്വമാണ്. അവരെന്നോട് കൂടെ നിന്നു. അതിൻ്റെ RSSൻ്റെ ഒരു നേതാവ് തന്നെ ചെന്ന് ശേഷം, ഇതെൻ്റെ സഹോദരനാണ്, എൻ്റെ 2 ജാതിയാണെങ്കിലും എൻ്റെ സഹോദരനാണ് ഇദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ കേസ് ന്യായമായ രീതിയിൽ തന്നെ പോകണമെന്ന് പോയി പറയുന്നതിനൊക്കെ ഉണ്ടായി. അപ്പോൾ എവിടെയാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹം ആരിലാണ് കാണുന്നത്? പെന്തക്കോസ്റ്റ് പാസ്റ്റർക്കാണോ അതോ RSSകാരനാണോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമുണ്ട്. ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇനി എന്താണ് സാറിൻ്റെ ഒരു അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്? എൻ്റെ അടുത്ത പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന സഭയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം എപ്പിസ്കോപ്പൽ സഭയുടെ കൂട്ടായ്മകളുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയി ദൈവത്തിനോട് സംസാരിക്കും. പിന്നെ എനിക്ക് പറ്റുന്ന തരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ ശിഷ്ടജീവകാലം അങ്ങനെ അങ്ങ് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പൊതുവെ വിശ്വാസികളോട് ഇത്രയും നാളത്തെ ജീവിതാനുഭവം വെച്ചൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? സന്ദേശം പറയാനുള്ളത്, നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും, ഏത് സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും, അത് ഹൃദയ നുറുക്കത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും ആവത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ എനിക്ക് എത്താവുന്നതിൻ്റെ മാക്സിമം ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് മാറി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ആ നിലയിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണ്. അതുപോലെ ഞാനവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെറും 32 പിള്ളേരുണ്ടായിരുന്ന ആ സ്കൂളിൽ ഞാൻ റിട്ടയർ ആകുമ്പം അത് ഇക്കണോമിക്കായിട്ട് 150-ലധികം കുട്ടികളുമായിട്ട് ആ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതെന്നെ സഹായിച്ചത് ദൈവമാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെല്ലുമ്പോൾ ദൈവത്തോട്
പ്രാർത്ഥിക്കുമായിരുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം ഞാൻ എടുത്ത് വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ മുന്നോട്ട് വന്നത്. ദൈവം എന്നെ അത്ഭുതമായിട്ട് അവിടെ നടത്തി. തലമുറ ഉണ്ടാവത്തില്ലെന്ന് ലോകത്തിലെ വൈദ്യശാസ്ത്രം, ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്തുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞ സ്ഥാനത്ത് ദൈവം തലമുറയെ തന്നു, ഞങ്ങളെ മാനിച്ചു. അപ്പോൾ അതുപോലെ എൻ്റെ പിതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പിതാവിൻ്റെ ആയുസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് എൻ്റെ പിതാവിൻ്റെ ആയുസ് നീട്ടി തന്നു, അത്ഭുതമായിട്ട് നടത്തി. ഞങ്ങൾ വലിയൊരു മലയുടെ മുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇത്രയും ഏറ്റവും സൗകര്യമായ സ്ഥാനത്ത് ടൗണിൽ തന്നെ ഒരു വീടും മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഹൃദയനുറുക്കത്തോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് ഇന്നടത്ത് പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ ദൈവസന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നമ്മൾ ഹൃദയ പരമാർത്ഥതയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വരികയിൽ ദൈവം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. യാതൊരു സംശയവുമില്ല. ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന, കൂടെ നടക്കുന്ന, ഒപ്പം നിന്ന് സംസാരിക്കുന്ന, ഞാനും ഈ ബ്രദറും കൂടെ ഇപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെ നമ്മളോട് വ്യക്തിപരമായിട്ട് വചനത്തോടെയും അല്ലാതെയും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും ആ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരിക്കലും ദൈവം കൈവിടുന്നവനല്ല. ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത സഖിയായിട്ട് കൂടെ നടന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞിട്ടുള്ളത്. ആ ദൈവത്തെ രുചിച്ചറിയാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ വന്ന ദൈവം നമ്മളെ പരിപാലിച്ചു. ഓക്കെ, അപ്പോൾ എത്ര സമയം സാറിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. സാറിന് ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇനി